നമുക്ക് എൻഗ്ലക്സിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾസ് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി നമുക്ക് ആൻസേഴ്സ് കറക്റ്റായി ചെയ്യാൻ പറ്റും. അങ്ങനെ മിനിമം ക്വസ്റ്റ്യൻസ് 86th ക്വസ്റ്റ്യനിൽ നമ്മുടെ സിസ്റ്റം ഷട്ട് ഡൗൺ ആവും. 86th ക്വസ്റ്റ്യനിൽ നമ്മൾ പാസ്സാവുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഈ ഇന്ന് പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമ്മുടെ എൻഗ്ലക്സ് എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്ക് ആണ് എന്ത്? റൂം ഷെയറിംഗ് പ്രിൻസിപ്പിൾസ് ഇൻ എൻഗ്ലക്സ്. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഇങ്ങനത്തെ പോയിന്റ്സ് ഒന്നും എവിടെയും തന്നെ യൂട്യൂബിലാണെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല. ഇത് ഞാൻ എക്സാം എഴുതി ഞാൻ കണ്ടന്റ് പഠിച്ച് എൻ്റെ ഒരു ഓൺ വേയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കണ്ടന്റാണ്. 100% ഞാൻ വർക്കൗട്ട് ചെയ്ത് എക്സാം എനിക്ക് അനുഭവമുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ട് ഫോളോ ചെയ്യുക, എക്സാമിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഫസ്റ്റത്തത് റൂം ഷെയറിംഗ് പ്രിൻസിപ്പിൾസ് ഇൻ എൻഗ്ലക്സ്. ഫസ്റ്റ് പോയിന്റ്, സെയിം ഓർഗാനിസം പേഷ്യൻറ്റ് ക്യാൻ ഓൾവേസ് ഷെയർ റൂം. അടുത്തത്, സസ്പെക്റ്റഡ് കേസ് ഷുഡ് നോട്ട് ഷെയർ റൂം വിത്ത് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇമ്മ്യൂൺ കോംപ്രമൈസ്ഡ് പേഷ്യൻസ്. ഫോളോ ഐസൊലേഷൻ പ്രിക്കോഷൻ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ്, സെയിം ഓർഗാനിസം പേഷ്യൻറ്റ് ക്യാൻ ഓൾവേസ് ഷെയർ റൂം. അതായത് നമുക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്, വൺ ന്യൂ പേഷ്യൻറ്റ് കെയിം ഇൻ ആൻ എമർജൻസി ആൻഡ് which patient in the inpatient can share the room with the new incoming patient with patient in the emergency. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഇപ്പോൾ വാർഡിൽ അല്ലെങ്കിൽ ഇൻപേഷ്യൻറ്റ് സെറ്റിങ്സിലുള്ള ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് ഒരു ഓർഗാനിസം കൺഫേംഡ് ആണെങ്കിൽ അതിൻ്റെ അതായത് അത് നോൺ കേസ് ആയിരിക്കുമല്ലോ ഇൻപേഷ്യൻറ്റിലുള്ളത്. അപ്പോൾ എമർജൻസിയിലുള്ള കേസ് കൺഫേം ആയി ഏത് ഓർഗാനിസമാണ് കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെയിം ഓർഗാനിസം ഉള്ള റൂമിലുള്ള പേഷ്യൻറ്റിന് നമുക്ക് എന്താ പറയുന്നത്, ആ റൂം ഷെയർ ചെയ്യാൻ കൊടുക്കാം. ഓക്കെ, ഓർക്കുക. പിന്നെ അടുത്ത പോയിന്റ്, സസ്പെക്റ്റഡ് കേസ് ഷുഡ് നോട്ട് ഷെയർ റൂം വിത്ത് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇമ്മ്യൂൺ കോംപ്രമൈസ്ഡ് പേഷ്യൻറ്റ്. അതായത് എമർജൻസിന്ന് കേസ് ഏതാണ്, ഏത് ഓർഗാൻസ, ഏത് ഇൻഫെക്ഷനാന്ന് കൺഫേം ചെയ്യാത്തടത്തോളം കാലം ആ ഒരു ന്യൂ പേഷ്യൻറ്റിന് ഇമ്മ്യൂണോ സപ്രസ്ഡ് ആയിട്ടുള്ള പേഷ്യൻറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻ്റ് ആയിട്ട് റൂം ഷെയർ ചെയ്യാൻ അലൗ ചെയ്യരുത്. ഓക്കെ, അടുത്ത പോയിന്റാണ്, ഫോളോ ഐസൊലേഷൻ പ്രിക്കോഷൻ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ. ഓക്കെ, അതിൽ നമുക്ക് എന്താണ് ഫോളോ ഐസൊലേഷൻ പ്രിക്കോഷൻ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ വൈറൽ ഇൻഫെക്ഷൻ ആണോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത്, അതായത് അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷനിൽ തന്നെ എന്താ പറയുന്നത്, ഇപ്പോൾ ട്യൂബർക്കുലോസിസ് ആണെങ്കിൽ റെസ്പിറേറ്ററി ഐസൊലേറ്ററി പ്രിക്കോഷൻ ആണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ് ഫോളോ ചെയ്യേണ്ടത്. പിന്നെ മീസിൽസ്, ചിക്കൻ പോക്സ് അങ്ങനെയുള്ളതിനൊക്കെ ആണെങ്കിൽ എന്ത് ടൈപ്പാണ്, എയർബോൺ പ്രിക്കോഷൻ ആണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പോയിന്റ് വെച്ചിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത്, ഈ റൂം ഷെയറിംഗ് പ്രിൻസിപ്പിളിൽ ഈ ഒരു പോയിന്റ്സിൽ ഈ ന്യൂട്രോമിനിക് പ്രിക്കോഷൻസ്, പ്രൊട്ടക്റ്റീവ് ഐസൊലേഷൻ, ഈ സംഭവങ്ങളും കൂടി നമുക്ക് ഇതിനോട് കമ്പൈൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്കൊരു ക്ലാരിറ്റി വരും. എന്താണ് ന്യൂട്രോപീനിക് പ്രിക്കോഷൻസ് ഓർ പ്രൊട്ടക്റ്റീവ് ഐസൊലേഷൻ? ന്യൂട്രോപീനിക് പ്രിക്കോഷൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇമ്മ്യൂണോ സപ്രസ്ഡ് ആയിട്ടുള്ള പേഷ്യൻ്റ്, അതായത് ആൻറ്റി ക്യാൻസർ ഡ്രഗ് എടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ HIV എക്സ്ട്രീം സ്റ്റേജ്, എയ്ഡ്സ് സ്റ്റേജ്, ഇങ്ങനെയുള്ള പേഷ്യൻസ്. പിന്നെ അതവിടെ പറഞ്ഞിട്ടുണ്ട്, എയ്ഡ്സ്, ബേൺസ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ്, ഇമ്മ്യൂണോ സപ്രഷൻ മെഡിക്കേഷൻ എടുക്കുന്ന പേഷ്യൻസ്, കീമോതെറാപ്പി, ഇത്രയും ഡ്രഗ് എടുക്കുന്ന ആൾക്കാർക്ക് ന്യൂട്രോപീനിക് പ്രിക്കോഷൻസ് ഫോളോ ചെയ്യണം. ന്യൂട്രോപീനിക് പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് എന്താണ്? വെയർ ഗ്ലൗസ് ഫോർ ഓൾ പ്രൊസീജിയേഴ്സ്. എന്ത് പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിലും അവർ ഗ്ലവ്, അതായത് ഹെൽത്ത് പ്രൊഫഷണൽ ഷുഡ് വെയർ ഗ്ലൗസ്. പിന്നെ നോ ലൈവ് വാക്സിൻസ്, അവോയ്ഡ് ഇൻവേസീവ് പ്രൊസീജിയേഴ്സ്, ചെക്ക് WBC ആൻഡ് ടെമ്പറേച്ചർ ഫ്രീക്വൻ്റ്ലി. ഓക്കെ, അപ്പോൾ നോ ലൈവ് വാക്സിൻ ഷുഡ്
ലൈവ് വാക്സിൻസ് ഈ ന്യൂട്രോപെനി പ്രിക്കോഷൻസ് ഫോളോ ചെയ്യുന്ന പേഷ്യൻറ്റിന് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പാടില്ല. അവോയ്ഡ് ഇൻവേസീവ് പ്രൊസീജിയർ, അതായത് നമുക്ക് എക്സാമിനൊക്കെ അധികം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സംഭവങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ചെക്ക് റെക്ടൽ ടെമ്പറേച്ചർ ഫോർ കൺഫേമിങ് ദ പേഷ്യൻ്റ് ടെമ്പറേച്ചർ എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഈ ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യണം. അതായത് IM ഇഞ്ചക്ഷൻസ് എല്ലാം തന്നെ, പിന്നെ റെക്ടൽ ടെമ്പറേച്ചർ ചെക്കിങ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇമ്മ്യൂണോ സപ്രസ്ഡ് അല്ലെങ്കിൽ ന്യൂട്രോപീനി പ്രിക്കോഷൻസ് ഫോളോ ചെയ്യുന്ന പേഷ്യൻറ്റിന് നമ്മൾ ഫോളോ ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാതിരിക്കുക. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലൈവ് വാക്സിൻ ഷുഡിൻ ബി അഡ്മിനിസ്റ്റേർഡ് ഫോർ ദോസ് ഹു ആർ ഇമ്മ്യൂണോ സപ്രസ്ഡ്. അതിൽ ലൈവ് വാക്സിൻസ് ഏതൊക്കെയാണ് വരുന്നത്? വാരിസെല്ല സോസ്റ്റർ, മംസ്, റുബെല്ല, മീസിൽസ്, BCG, സ്മോൾ പോക്സ്, യെല്ലോ ഫീവർ, ഓറൽ സാൽമോണല്ല, ഓറൽ പോളിയോ വാക്സിൻ. ഈ വാക്സിൻസ് എല്ലാം ലൈവ് വാക്സിൻസ് ആണ്. ഈ വാക്സിൻസ് ഷുഡ് നോട്ട് അഡ്മിനിസ്റ്റർ ഫോർ ന്യൂട്രോപീനിക് പ്രിക്കോഷൻസ് ഫോളോയിങ് പേഷ്യൻസ്. ഓക്കെ, പിന്നെ അടുത്ത മെയിൻ ആയിട്ടുള്ളൊരു ഒരു കോൺസെപ്റ്റ് ആണ് NCLEX ആറിന് എക്സാമിൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രയോറിറ്റൈസേഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഈ ഹെഡിങ്ങിൽ ഏതെങ്കിലും വരുന്നതാണോ നോക്കുക. മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്, നഴ്സിംഗ് പ്രോസസ്, എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ, സേഫ്റ്റി ആൻഡ് റിസ്ക് റിഡക്ഷൻ, ലീസ്റ്റ് റിസ്ട്രിക്റ്റീവ്, ലീസ്റ്റ് ഇൻവേസീവ്, അക്യൂട്ട് വേഴ്സസ് ക്രോണിക്, അൺസ്റ്റേബിൾ വേഴ്സസ് സ്റ്റേബിൾ, അർജന്റ് വേഴ്സസ് നോൺ അർജന്റ്. മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നോക്കുക, ഈ ഒരു ഹെഡിങ്ങുകളിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണോ എന്ന്. അതായത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എപ്പോഴും ഫിസിയോളജിക്കൽ നീഡ്സ്, എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, സ്ലീപ്പ്, സേഫ്റ്റി. ഓക്കെ, അതായത് സേഫ്റ്റിയിൽ ഇമ്മീഡിയറ്റ് ത്രെട്ട് ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, ഇങ്ങനെയുള്ള ആൾക്കാർ, അതായത് ഫയർ സിറ്റുവേഷനിലൊക്കെയാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സേഫ്റ്റി പ്രിക്കോഷൻസ്. അടുത്തത് ലവ് ആൻഡ് ബിലോങ്ങിങ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കുക, ക്വസ്റ്റ്യനിൽ ഈ പോയിന്റുകളിൽ ഏതെങ്കിലും ഒന്നാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ഒരു, അതായത് ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഒന്നിലാണ് വരുന്നതെങ്കിൽ ആ ഒരു ഓപ്ഷൻ ആയിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, എപ്പോഴും എന്താ പറയുക, നമുക്ക് മോസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് നേഴ്സ് മീറ്റ് ചെയ്യേണ്ട പേഷ്യൻ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പോയിന്റ്സുകളിൽ ഉള്ള കാര്യങ്ങളാണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്തത് സേഫ്റ്റി, പിന്നെ ലവ്, ബിലോങ്ങിങ്, നെക്സ്റ്റ് സെൽഫ് എസ്റ്റീം, മൊറാലിറ്റി, സെൽഫ് ആക്ച്വലൈസേഷൻ, പിന്നെ സെൽഫ് ട്രാൻസ്ഡൻസ്. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഈ പോയിന്റ്സിന് വെച്ചിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് പിന്നെ ഫോളോ ചെയ്യുന്ന ആൻസറിലേക്ക് എത്താൻ. പിന്നെ അടുത്ത് നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേഴ്സിംഗ് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നേഴ്സിംഗ് പ്രോസസ്സിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് നമുക്കറിയാം മെയിൻലി എന്തൊക്കെയാണ് നേഴ്സിംഗ് പ്രോസസ്സിൽ വരുന്ന മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്: അസസ്മെൻറ്റ്, ബ്രീത്തിങ് സർക്കുലേഷൻ, അസസ്മെൻറ്റ്, ഡയഗ്നോസിസ്, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ. ഓക്കെ, അപ്പോൾ അസസ്മെൻറ്റ് നമുക്ക് തന്ന ഓപ്ഷൻസിൽ ക്വസ്റ്റ്യനിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിൽ മോസ്റ്റ് കൺസേണിങ് എന്ന് പറയുമ്പോൾ നോക്കുക, അസസ്മെൻറ്റ് ഓപ്ഷൻ രീതിയിലുള്ള, അതായത് ഗ്ലൂക്കോസ് മോണിറ്ററിങ് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ചെക്കിങ്, അങ്ങനെയുള്ള പോയിന്റ്സ് ഉണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഓപ്ഷൻ ആയിരിക്കും എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇൻ്റർവെൻഷൻ. അതായത് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഹൈപ്പോഗ്ലൈസീമിക് ആയിട്ട് വന്നു. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് കുറവാണെന്ന് കണ്ടു. അപ്പോൾ നമുക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് ഓൾറെഡി അറിയാമെങ്കിൽ നമ്മൾ പിന്നെ ഇൻ്റർവെൻഷനിലേക്ക് പോകണം. അതായത് എന്താണ്, ഡെക്സ്ട്രോസ് ബേസ്ഡ് IV ഫ്ലൂയിഡ് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെയുള്ള പോയിന്റ്സുകൾ ഉണ്ടോ എന്ന് നോക്കുക. അതാണ് നഴ്സിംഗ് പ്രോസസ്സ്. അസസ്മെൻറ്റ്, ഇൻ്റർവെൻഷൻ, ഇവാലുവേഷൻ, ആ ഒരു സ്റ്റെപ്പിലൂടെ പോവുക. അടുത്ത് വേറൊരു മെത്തേഡാണ് എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ. ഓക്കെ, ഇത് നമുക്ക് ഇപ്പോൾ മാസ്ലോസ് ഹൈറാർക്കി നീഡ്സിൽ അത് തന്നെ വരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലുള്ള പേഷ്യൻ്റ്,
ഒരു CPR അൺകോൺഷ്യസ് ആയി കിടക്കുന്ന പേഷ്യൻ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എയർവേ ആണ് അസസ് ചെയ്യേണ്ടത്, പിന്നെ ബ്രീത്തിങ്, പിന്നെ സർക്കുലേഷൻ. ഓക്കെ, പിന്നെ സേഫ്റ്റി ആൻഡ് റിസ്ക് റിഡക്ഷൻ. ഓക്കെ, സേഫ്റ്റി ആൻഡ് റിസ്ക് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഫയർ സെറ്റിങ്, ഫയർ ബേസ്ഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ സേഫ്റ്റി ഫസ്റ്റ് സേഫ്റ്റി സേഫ്റ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ റിസ്ക് റിഡക്ഷൻ. പിന്നെ അടുത്ത ഒരു ഹെഡിങ്ങിൽ നമ്മൾ നോക്കേണ്ടതാണ് ലീസ്റ്റ് റെസ്ട്രിക്റ്റീവ്, ലീസ്റ്റ് ഇൻവേസീവ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് പിന്നെ ഇൻവേസീവ് മെത്തേഡിനേക്കാളും, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പേഷ്യൻ്റ് ഹൈപ്പോഗ്ലൈസീമിയ ആയി വന്നെങ്കിൽ നമ്മൾ IV കൊടുക്കുന്നതിനേക്കാളും ഫസ്റ്റ് ഓറൽ ഗ്ലൂക്കോസ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി നോക്കുക. അതാണ് ലീസ്റ്റ് ഇൻവേസീവ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഹൈപ്പോഗ്ലൈസീമിക് വിത്ത് അൺകോൺഷ്യസ് പേഷ്യൻ്റ് ആണെങ്കിൽ ഓറലി നോട്ട് പോസിബിൾ ആണ്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് IM തന്നെ അല്ല IV വെയിന് കൊളാപ്സ് അല്ലെങ്കിൽ നമുക്ക് IV കൊടുക്കാം. കൊളാപ്സ് വെയിന് ആക്സസിബിൾ അല്ലെങ്കിലാണ് നമ്മൾ IM കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തതാണ് അക്യൂട്ട് വേഴ്സസ് ക്രോണിക്. അതായത് എപ്പോഴും ഓർക്കുക, ഒരു പേഷ്യൻ്റ്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു പേഷ്യൻ്റ് നമുക്ക് തന്ന ഓപ്ഷനിൽ ഫസ്റ്റ് നേഴ്സ് അറ്റൻഡ് ചെയ്യേണ്ട പേഷ്യൻ്റ് ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ അക്യൂട്ട് വേഴ്സസ് ക്രോണിക്. ഒരു പേഷ്യൻ്റ് മോർണിംഗിൽ തൊട്ടിട്ട് സിവിയർ ഹെഡേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ക്രോണിക് ഒരു പേഷ്യൻ്റ് ഒരു 2 വീക്സ് ആയിട്ട് ഒരു ഹെഡേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് പേഷ്യൻ്റ് സെയിം ടൈം വരികയാണെങ്കിൽ നമ്മൾ അക്യൂട്ട് സിവിയർ ഹെഡേക്ക് ഉള്ള പേഷ്യൻ്റിനെയാണ് നമ്മൾ ഫസ്റ്റ് ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ അസസ് ചെയ്ത് പേഷ്യൻ്റ് ഇൻ്റർവെൻഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് അക്യൂട്ട് പേഷ്യൻറ്റിനാണ്. ഓക്കെ, പിന്നെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻ്റ് ആണ് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. ദാൻ സ്റ്റേബിൾ. അർജൻറ്റ് വേഴ്സസ് നോൺ അർജൻറ്റ്. അർജൻറ്റ് അതായത് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു എന്താ പറയുന്നത് ഡിസാസ്റ്റർ അല്ലെങ്കിൽ റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് ഒരു പേഷ്യൻ്റ് നമുക്ക് എമർജൻസിയിൽ വരികയാണ്. ഓക്കെ, അപ്പോൾ ആ പേഷ്യൻ്റ് അർജൻറ്റ്, നോൺ അർജൻറ്റ്, പേഷ്യൻ്റ് സിവിയർലി ബ്ലീഡിങ്, ഓക്കെ, ഇല്ലെങ്കിൽ സിവിയർ പെയിൻ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള അർജൻറ്റ് സിറ്റുവേഷനിലുള്ള പേഷ്യൻ്റിനെയാണ് നമ്മൾ നീഡ്സ് മീറ്റ് ചെയ്യേണ്ടത് ദാൻ നോൺ അർജൻറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഈ പ്രിൻസിപ്പിൾസ് കറക്റ്റായിട്ട് എക്സാം ടൈമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഫസ്റ്റ് 86 ക്വസ്റ്റ്യനിൽ നമുക്ക് പാസ്സാവാൻ പറ്റും. അനുഭവം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ട്രൈ ടു ഫോളോ these principles while attending questions and while attending exam. Thank you so much.